നമസ്കാരം. ഇന്നത്തെ വിഷയം 2026-27 വർഷത്തെ സ്കൂളുകൾ അധ്യയന വർഷം തുടങ്ങുന്നതിനെ പറ്റിയാണ്. സ്കൂൾ തുറക്കുന്നത് ജൂൺ 1 തന്നെ 2026-27 വർഷത്തെ അധ്യയന വർഷത്തെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ 1 തന്നെയാണെന്ന് തീരുമാനം ആയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി സ്കൂളുകളൊക്കെ ഒരുങ്ങുകയാണ്. മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പുതിയ സ്കൂളിലേക്ക്, പുതിയ വിദ്യാഭ്യാസ വർഷത്തെ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വിളിച്ചു ചേർത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ജൂൺ 1 സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂളും പരിസരവും ഒക്കെ പൂർണ്ണമായിട്ടും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും PTA സഹായത്തോടെ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പാഠപുസ്തക വിതരണം 1-ാം ഘട്ടം 80% പൂർത്തിയായിട്ടുണ്ട്. ബാക്കി മെയ് 31 പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. വിദ്യാലയ പരിസരങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകാൻ വേണ്ടി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതും 30-നുള്ളിൽ തീരും. അധ്യാപകർക്കുള്ള കോഴ്സുകൾ, അവധിക്കാല പരിശീലനങ്ങൾ 26-ാം തീയതിയോടുകൂടി, ഈ പ്രാവശ്യം 2 ദിവസത്തെ പരിശീലനമാണുള്ളത്. ആ പരിശീലനം 26-ാം തീയതിയോടുകൂടി അവസാനിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും രക്ഷിതാക്കളും പൊതുജനങ്ങളും ഒക്കെ കൈകോർത്തിട്ട് ഈ അധ്യയന വർഷം വളരെ വിജയകരമാക്കാൻ വേണ്ടി സഹകരിക്കണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരോടുമായി പറഞ്ഞിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും, കുട്ടികളെ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മാനസികമായിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. പുതിയ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ, സാധനങ്ങളൊക്കെ വാങ്ങണം. മൊത്തത്തിൽ ഒരു സന്തോഷപ്രദമായ ഒരു ഒരുക്കം നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും, പുതിയ കുട്ടികളെന്ന് മാത്രമല്ല, 1-ാം ക്ലാസ്സിൽ പുതുതായിട്ട് ചേരുന്നവർ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും. ഈ വർഷം പൊതുവെ പറയുന്ന ഒരു സ്ഥിതി മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ, 10-ാം ക്ലാസ്സിൽ നമ്മൾ ഈ വർഷം എഴുത്തു പരീക്ഷയ്ക്ക് 30% മാർക്ക് വേണം എന്നൊരു നിബന്ധന വരാനുള്ള സാധ്യതയുണ്ട്. പോയ വർഷങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ സിയുടെ മാർക്ക് ഒഴിവാക്കി നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടാതെ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് വേണം എന്ന ഒരു നിബന്ധന വരാനുള്ള സാധ്യത അടുത്ത SLC പരീക്ഷയ്ക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ വിഷയങ്ങളുടെ പേപ്പറുകൾക്ക് 80-ൽ 24 മാർക്ക് എഴുത്തു പരീക്ഷയിൽ വേണം. ഇപ്പോൾ അത് 10 മാർക്ക് മതിയായിരുന്നു ഈ വർഷം വരെ. അതാണ് 24-ലേക്ക് പോവുക. ചെറിയ വിഷയങ്ങൾ, അതായത് 50 മാർക്കിൻ്റെ വിഷയങ്ങളിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT, ഹിന്ദി, മലയാളം സെക്കൻഡ് പോലെയുള്ള വിഷയങ്ങൾക്ക് ഇതുവരെ 5 മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയാൽ മതിയായിരുന്നു, അവർ പാസ്സാകുമായിരുന്നു. ഇനി അത് മാറി 12 മാർക്ക്, 5-ന് പകരം 12 മാർക്ക് വേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നേരത്തെയുള്ള തീരുമാനം ഇങ്ങനെയാണ്. മറ്റൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായം ഈ വർഷം കൂടിയേ ഒരുപക്ഷെ 5 വയസ്സ് ഉണ്ടാവുകയുള്ളൂ. അടുത്ത വർഷം മുതൽ മിക്കവാറും
90% ഓ, 6 വയസ്സ് ആയവർ മാത്രമേ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര ആ, രീതിയുടെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഒന്നാം ക്ലാസ്സിൽ ചേരണമെങ്കിൽ 6 വയസ്സ് പൂർത്തിയാകണം എന്ന നിബന്ധന വരുന്ന ഇപ്പോഴല്ല, ഈ ജൂൺ 1-നല്ല, അടുത്ത ജൂൺ 1 മുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 5-ാം ക്ലാസ്സിൽ 5 വയസ്സിൽ ചേരുന്ന ഒരു പക്ഷേ അവസാനത്തെ വർഷമായിരിക്കാം ഇത് എന്നതാണ് ഈ വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ചിലപ്പോൾ ഒരു 6 വയസ്സിന് ഒരു 2-3 മാസമൊക്കെ കണ്ടോണേഷൻ കിട്ടിയേക്കാം. ആ, അത് വ്യക്തമായി പറയാനായിട്ടില്ല. അന്ന് കേരളത്തിന് മാത്രമായിട്ട് അതിൽ ഒഴിഞ്ഞു നിൽക്കാനാവില്ല. 5 വയസ്സുമായിട്ട് തുടർന്നു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കേന്ദ്ര രീതികളൊക്കെ തന്നെ 6 വയസ്സിലേക്കാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും 6 വയസ്സിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ, കേരളവും ആ രീതിയിലേക്ക് മാറേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരു വിടവ് ഒന്നാം ക്ലാസ്സിൽ ഉണ്ടാവുമോ, വലിയൊരു വിടവ് ഉണ്ടാവുമോ എന്ന കാര്യം ആ, സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ, അധ്യാപകർക്ക് ടെ ഒരു ഡിവിഷനുകൾ, പോസ്റ്റുകൾക്ക് കുറവ് വരാനുള്ള സാധ്യതയും ഉണ്ടായേക്കാം ഒരുപക്ഷെ. മറ്റൊരു കാര്യം, ഈ 6 വയസ്സിൽ കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ 3 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ കുട്ടികളെ അംഗൻവാടിയിൽ പോകണം. 3ഉം 4ഉം 5ഉം ഒരു പക്ഷേ അംഗൻവാടിയിൽ തന്നെ തുടരാം. അല്ലെങ്കിൽ ഒരു വർഷം അംഗൻവാടിയിൽ പോയി, ഇപ്പോൾ അങ്ങനെയാണ് എല്ലാ പ്രൈമറി സ്കൂളുകളിലും ഇപ്പോൾ നമ്മുടെ ഇതുണ്ട്, ഏത് LKG UKG എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് അവിടെ പ്രീ പ്രൈമറിയിൽ ചേർന്ന് 6-ാം ക്ലാസ് വരെ പഠിക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ 3 മുതൽ 4 വരെ അംഗൻവാടിയിൽ, 4-ാം ക്ലാസ് 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെ, 5 വയസ്സ് മുതൽ 6 വയസ്സ് 2 വർഷം പ്രീ പ്രൈമറിയും നമ്മൾ പഠിച്ച്, കുട്ടികൾ പഠിച്ചിട്ട് 6-ാം ക്ലാസ്സിൽ 6ാമത്തെ വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്ന രീതി അടുത്ത വർഷം വരാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിലുള്ള സവിശേഷതകളുള്ള ഒരു വർഷമാണ് ഈ വർഷം കടന്നു പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ജൂൺ 1-ന് സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.